കേരളത്തെ പരിഷ്കരണത്തിലേക്ക് നയിച്ച വിപ്ലവകാരിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 148ാമത് മന്നം ജയന്തി ആഘോഷം ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനായിരുന്നു മന്നത്ത് പത്മനാഭനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനീതികൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള മന്നത്ത് പത്മനാഭന്റെ പോരാട്ടം ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാമൂലുകളിലും അന്ധവിശ്വാസങ്ങളിലും തളച്ചിടപ്പെട്ട ഒരു സമുദായത്തെ അദ്ദേഹം പുരോഗതിയിലേക്കും നവോത്ഥാനത്തിലേക്കും നയിച്ചു. സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരാളില്ലെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സ്വയം മാതൃക തീർത്താണ് അദ്ദേഹം സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഇറങ്ങിയത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമല്ലേ. അസാധാരണമായ കർമ്മകുശലത അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ ലക്ഷ്യം ജീർണതയിൽ ആണ്ടുകിടക്കുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അടിഞ്ഞു കിടക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന 18 ഉപവിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്ന നായർ സമുദായത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ തന്റെ ജീവിത യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. കാലവും ചരിത്രവും അദ്ദേഹത്തെ ഏറ്റവും സമാദരണീയനായ വ്യക്തിത്വമായി എന്നും ഉയർത്തിക്കാട്ടുന്നു എന്നത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള NSSന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ NSS പ്രസിഡന്റ് M ശശികുമാർ അധ്യക്ഷനായി. മന്ത്രി ഗണേഷ് കുമാർ, സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MP-മാർ, MLA-മാർ, പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, NSS ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാവിലെ 10:30-നാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത്. തുടർന്ന് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. 10,000-ങ്ങളാണ് ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേർന്നത്. ഉടുപ്പിട്ട് ക്ഷേത്രങ്ങളിൽ കയറാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തുമ്പോഴായിരുന്നു G സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഉടുപ്പിട്ട് ക്ഷേത്രങ്ങളിൽ കയറാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടുവാൻ മുഖ്യമന്ത്രിയോ ശിവഗിരിയോ തയ്യാറാകുമോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. ഉടുപ്പിട്ട് കയറാവുന്നവർക്ക് ഉടുപ്പിട്ട് കയറാം, ഉടുപ്പിടാതെ കയറാവുന്നവർക്ക് ഉടുപ്പിടാതെ കയറാം. അത് ചാതുർവർണ്ണയം ഒന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ആ ക്ഷേത്രങ്ങളിൽ പോകണം, നമ്മളതിനെ എതിർക്കണ്ട. നമ്മൾ അവർക്ക് എതിരൊന്നുമല്ല, യാതൊരു എതിരുമില്ല. അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ചെയ്ത് നടപ്പാക്കാം, അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാം. പക്ഷേ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് NSSന്റെ അഭിപ്രായം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ. പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്, വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതന ധർമ്മത്തെ അവഹേളിക്കുകയും ശിവഗിരിയിൽ ഗുരുനിന്ദ നടത്തുകയും ചെയ്തുവെന്നാരോപിച്ച് ആലപ്പുഴയിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി. പ്രതിഷേധം
BJP! Jai Jai BJP! Jai Jai BJP! Jai Jai BJP! Jai Jai Bharat Mata! Jai Jai Bharat Mata! Pratyedam Pratyedam! Pratyedam Pratyedam! Pratyedam Pratyedam! മുഖ്യമന്ത്രി ശ്രീനാരായണീയരെ മാത്രമല്ല കേരളക്കരയെ തന്നെ അപമാനിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി തുടർച്ചയായി ഗുരുനിന്ദ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മ വിരുദ്ധനാണെന്ന കള്ളമാണ് മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ മാർച്ച് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരായി ഇന്ന് കേരളം ആകമാനം പ്രതിഷേധിക്കുകയാണ്. ഒരു സാമാന്യ ബോധമുള്ള കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തെപ്പറ്റി അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാളും പറയാത്ത തരത്തിൽ ഒരല്പജ്ഞാനിയെ പോലെ ആസൂത്രിതമായ മാർക്സിസം ജനങ്ങളുടെ മുന്നിൽ കുത്തിവെക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മവിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സനാതന ധർമ്മത്തെ പറ്റി ചുക്കും ചുണ്ണാമ്പും അറിയാതെ, ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെ പറ്റി ഒന്നും അറിയാതെ, തന്റെ ഫാസിസം വളർത്താൻ വേണ്ടി എന്ത് വിവരക്കേടും എവിടെയും പറയാമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. BJP ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, C മധുസൂദനൻ, ശാന്തകുമാരി, മടത്തിൽ ബിജു, KP പരിഷത്ത്, AD പ്രസാദ് പൈ, രമേശ് കൊച്ചുമുറി, മണ്ഡലം പ്രസിഡന്റുമാരായ R കണ്ണൻ, V ബാബുരാജ്, വിനോദ് മടത്തിൽ, സജി P ദാസ്, D സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറിച്ചി സജീവോത്തമപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ ഐസൊലേഷൻ വാർഡ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പുതിയ കെട്ടിടത്തിന്റെയും ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം ജനുവരി 6 തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കിഫ്ബിയിൽ നിന്നുള്ള 1.35 കോടി രൂപ ചെലവഴിച്ചാണ് കുറിച്ചി സജീവോത്തമപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതിയ ഐസൊലേഷൻ വാർഡ് കെട്ടിടം നിർമ്മിച്ചത്. പുതിയ OP വിഭാഗം, കിടത്തി ചികിത്സ, മൈനർ OT മുതലായവ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ അവിടെ നിലവിൽ നമുക്ക് സെൻട്രൽ എല്ലാവരുമായിട്ടുള്ള പല രീതിയിലുള്ള സേവനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, അവിടെ ലാബ് സൗകര്യമുണ്ട്. നമ്മുടെ ഈ ഒത്തിരിയേറെ ജീവനുള്ള അവസ്ഥയിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ കെട്ടിടം, ആയിരുന്നു പഴയ കെട്ടിടം. അതിൻ്റെ ബാത്റൂമും കക്കൂസ് ഉൾപ്പെടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസരത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനപ്രകാരം HMC തീരുമാനപ്രകാരം ആ കെട്ടിടം പൊളിച്ചു മാറ്റി. പക്ഷെ നമുക്കവിടെ ആകെ 74 സെന്റ് സ്ഥലമുണ്ട്, 74 സെന്റ് സ്ഥലമുള്ളൂ. അപ്പം ഇനിയിപ്പം പുതിയ കെട്ടിടം നമ്മളിപ്പം അവിടെ പണിതു. അത് കൂടാതെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി 5.5 കോടി രൂപയ്ക്ക് ഒരു പുതിയ നമ്മുടെ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ മെയിനും പിന്നെയും ഉൾപ്പെടെയുള്ളതിൻ്റെ പണി ഉടനെ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറിച്ചി, നീലംപേരൂർ, പനച്ചിക്കാട്, വാഴപ്പള്ളി, ചിങ്ങവനം തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ ആശ്രയമാണ് കുറിച്ചി സജീവോത്തമപുരം ആശുപത്രി. ആശുപത്രിയിലെ കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലായതോടെ പൊളിച്ചുമാറ്റിയിരുന്നു. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 10 കിടക്കകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബെഡുകളിൽ ഓക്സിജൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജോബ് മൈക്കിൾ MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ, ഡോക്ടർ ജയന്തി സജീവ്, HMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 63ാമത് സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ ഗംഭീര സ്വീകരണം. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു സ്വീകരണ ചടങ്ങ്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ട്രോഫിയിൽ ഹാരമണിയിച്ചുമാണ് ഘോഷയാത്രയെ സ്വീകരിച്ചത്. സ്വീകരണ സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കലോത്സവ വിജയികൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ല നമ്മുടെ ജില്ലയായിരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് വലിയ ഒരു ആഘോഷമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം. കാരണം ഓരോ ജില്ലയും വളരെ വാശിയോടുകൂടിയാണ് കലോത്സവത്തെ കാണുകയും അതിന് ട്രോഫി നേടുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ, പക്ഷെ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മുടെ അധ്യാപകരെല്ലാവരും രക്ഷിതാക്കളും ഒക്കെ ഈ കലോത്സവത്തിൽ നമ്മുടെ കുട്ടികളെ വിജയിപ്പിക്കുന്നതിന്, അവരെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് സമയവും അവരുടെ കഴിവുകളെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മറ്റു നേരത്തെ തീർച്ചയായിട്ടും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്വർണ്ണക്കപ്പ് ഇവിടെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. നഗരസഭാംഗം സിൻസി പാറയിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ MR സുനിമോൾ, സർവശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KJ പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ SS ശ്രീകുമാർ, AEO അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, ജീവനക്കാർ, NCC, SPC, സ്കൗട്ട് കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ട്രോഫി ഘോഷയാത്രയായി ലായിക്കാട് സെന്റ് ജോസഫ് LPSലെത്തിച്ച് പത്തനംതിട്ട ജില്ലയ്ക്ക് കൈമാറും. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ തയ്യാറെടുപ്പുകൾ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ജനുവരി 12-ന് പന്തളത്ത് തുടങ്ങി 14-ന് ശബരിമലയിൽ ഘോഷയാത്ര എത്തിച്ചേരും. ആംബുലൻസ് അധികമായിട്ട് ആംബുലൻസ് സജ്ജീകരണം ഉണ്ടാവണം. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള അകമ്പടി സേവിക്കുന്ന അതേപോലെ ഒരു മെഡിക്കൽ ടീം, അകമ്പടി സേവിക്കുന്നതിന് ആരോഗ്യത്തിന് ആംബുലൻസിനോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ടീമിനെയും ഉണ്ട്. വ്യൂ പോയിന്റുകളിലും ആംബുലൻസ് ശരി. ഓക്കെ. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഒരുക്കും. മകരവിളക്കിനു വേണ്ട സൗകര്യങ്ങളും ഉറപ്പാക്കും. അടൂർ DYSP ഘോഷയാത്രയുടെ ചുമതലകൾ നിർവഹിക്കും. തിരുവാഭരണം എടുക്കുന്ന സമയത്തും യാത്രാവേളയിലും പോലീസ് സുരക്ഷയുണ്ടാകും. പന്തളം തൂക്കുപാലത്തിൽ പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തും. പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ പ്രത്യേക സംഘങ്ങളെ വിന്യസിക്കാനും തീരുമാനമായി. കൂടാതെ വിവിധ വകുപ്പുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ കളക്ടർ നൽകി. ജനുവരി 5-ന് മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന നടത്തുമെന്നും കളക്ടർ അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങളോടെ 60 വർഷമായി തിരുവാഭരണ ഘോഷയാത്രയിൽ പ്രധാന പേടകം വഹിക്കുന്ന ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയെ യോഗത്തിൽ ആദരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം G സുന്ദരേശൻ, ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ, ശബരിമല ADM ഡോക്ടർ അരുൺ S നായർ, പന്തളം കൊട്ടാരം പ്രതിനിധി MR സുരേഷ് വർമ്മ, തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, ക്ഷേത്രം ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്തലേറ്റ് മാതൃവേദിയുടെ നേതൃത്വത്തിൽ മെഗാ മാർഗംകളി സംഘടിപ്പിക്കുന്നു. ജനുവരി 4-ന് SB കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ 2025 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാതൃവേദിയുടെ നേതൃത്വത്തിൽ മെഗാ മാർഗംകളി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ജില്ലകൾ ഉൾപ്പെടുന്ന 18 ഫൊറോനകളിലെ 245 യൂണിറ്റുകളിൽ നിന്നുള്ള 2025 അമ്മമാർ മാർഗംകളിയിൽ പങ്കെടുക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാതാക്കൾക്കായി 44 വർഷങ്ങൾക്ക് മുമ്പ് 1980-ൽ സ്ത്രീകളുടെ ആത്മീയവും മാനസികവും ധാർമ്മികവുമായ പരിശീലനവും സമുദ്ധാരണവും ലക്ഷ്യമാക്കി സ്ഥാപിതമായ പ്രസ്ഥാനമാണ് മാതൃവേദി. ഈശോയുടെ മനുഷ്യാവതാരത്തിന് 2025 വർഷത്തിന്റെ ജൂബിലി കത്തോലിക്ക സഭയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ മഹത്തായ ജൂബിലി ആഘോഷങ്ങളോട് സഹകരിച്ചുകൊണ്ടും വ്യത്യസ്തവും അർത്ഥപൂർണവുമായ വിധത്തിൽ കർത്താവും ലോകഗുരുവുമായ ഈശോയുടെ ജനനത്തെയും അവിടുത്തെ സന്ദേശത്തെയും പൊതുസമൂഹത്തിൽ പ്രഖ്യാപിക്കുന്നതിനുമായിട്ടാണ് കേരളത്തിലെ മാർത്തോമ ശ്ലീഹ ക്രിസ്ത്യാനികളുടെ തനത് കലയായ മാർഗംകളി 2025 മാതാക്കളെ ഉൾപ്പെടുത്തി മാതൃവേദി മെഗാ മാർഗംകളി എന്ന പേരിൽ നടത്തുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാചീന കലാരൂപമാണ് മെയ്യഭ്യാസത്തിനും വഴക്കത്തിനും പ്രാധാന്യമുള്ള മാർഗംകളി. ജനുവരി 4-ന് സംഘടിപ്പിക്കുന്ന മെഗാ മാർഗംകളിയിലൂടെ ലോക റെക്കോർഡും മാതൃവേദി ലക്ഷ്യമിടുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കലാ കല്യാണം. വാർത്തകൾ തുടരുന്നു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പരിപാടി മാവേലിക്കര മുനിസിപ്പൽ കൌൺസിലർ അനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിയെട്ടാമത് പൊതിച്ചോർ വിതരണവും സൗജന്യ മരുന്ന് വിതരണവും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോശി പൂവടിശ്ശേരിയിൽ, ബിന്ദു കളരിക്കൽ, സുഭാഷ് ബാബു, സിസ്റ്റർ സാനിയ, സലിം ചാപ്രായിൽ, സിസ്റ്റർ ചെറുപുഷ്പം എന്നിവർ സംസാരിച്ചു. പുലിയൂർ ശാന്തിതീരത്ത് നടന്ന പൊതിച്ചോർ വിതരണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷും, ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പൊതിച്ചോർ വിതരണം രാജീവ് പിള്ളയും ശ്രീകല രാജീവും ചേർന്ന് നിർവഹിച്ചു. ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോർ വിതരണം മാന്നാർ ടൗൺ ക്ലബ് പ്രസിഡന്റ് വിജയകുമാർ ഡോക്ടർ ചിത്ര സാബുവിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വഴിയിൽ വെച്ച് കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തിയൂർ പഞ്ചായത്ത് കീരിക്കാട് ഇരുമ്പാട് ലക്ഷം വീട്ടിൽ അഖിലിനെയാണ് മാന്നാർ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത്. മാന്നാർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി രാവിലെ 6 മണിക്ക് ട്യൂഷന് പോകുന്ന വഴിയിൽ ബൈക്കിലെത്തിയ പ്രതി കുട്ടിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ മാതാപിതാക്കൾ മാന്നാർ പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ A. അനീഷ്, SI അഭിറാം CS എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. നിരവധി കേസുകളിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞ പ്രതി പോലീസിന്റെ പിടിയിൽ. തലവടി നീരേറ്റുപുറം മുക്കാടൻ വീട്ടിൽ ശ്രീലാലാണ് എടത്വ പോലീസിന്റെ പിടിയിലായത്. വധശ്രമം, മയക്കുമരുന്നടക്കമുള്ള കേസുകളിൽ പ്രതിയായ ശ്രീലാൽ മാസങ്ങളായി പോലീസിനെ വെട്ടിച്ച് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയായിരുന്നു. പോലീസ് നിരവധി തവണ പ്രതിയെ തേടി നീരേറ്റുപുറത്ത് വീട്ടിലെത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. നിരവധി കേസിൽ പ്രതിയായ ശ്രീലാലിനെതിരെ കഴിഞ്ഞ ദിവസം കാപ്പ നിയമം ചുമത്തിയിരുന്നു. തുടർന്നാണ് ഇയാളെ വീട്ടിൽ നിന്നും പിടികൂടിയത്. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ചങ്ങനാശ്ശേരി, തൃക്കൊടിത്താനം പ്രദേശങ്ങളിൽ കൊട്ടേഷൻ സംഘാംഗമായി പ്രവർത്തിച്ച കേസിലും പ്രതിയാണ് പിടിയിലായ ശ്രീലാൽ. അമ്പലപ്പുഴ DYSP N. രാജേഷ്, എടത്വ CI M. അൻവർ, SI മാരായ KN. രാജേഷ്, സജികുമാർ, സീനിയർ CPO ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അയ്യപ്പന് കാണിക്കയായി കളരിപ്പയറ്റ് അർപ്പിച്ച് തിരുവനന്തപുരം പാപ്പനംകോട് നിന്നും എത്തിയ സംഘം. മാധവമഠം CVN കളരി സംഘമാണ് ശബരിമല സന്നിധാനത്തെത്തി കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. കെട്ടുകാരിപ്പയറ്റ്, വാൾപ്പയറ്റ്, കഠാരപ്പയറ്റ്, കുന്തപ്പയറ്റ്, ഉറുമിപ്പയറ്റ് തുടങ്ങിയവയാണ് അരങ്ങേറിയത്. ഐതിഹ്യങ്ങളനുസരിച്ച് ആയോധന മുറകളിൽ അഗ്രഗണ്യനാണ് അയ്യപ്പൻ. ശബരീശനു മുൻപിൽ കളരിപ്പയറ്റ് കാണിക്കയായി അർപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സംഘം. ഗൗതമൻ, രാജീവ്, അമൽ, ആദിത്, അഭിജിത്ത്, അരവിന്ദ്, അനശ്വർ, കാർത്തിക്, അനു, അർജുൻ, വാസുദേവ് എന്നിവരടങ്ങിയ 11 സംഘമാണ് കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. ചടുലമായ ചുവടുകളിലൂടെയും അഭ്യാസ പ്രകടനങ്ങളിലൂടെയും ആസ്വാദകരുടെ നിറഞ്ഞ കയ്യടികൾ സ്വീകരിച്ചാണ് ഇവർ മടങ്ങിയത്. ഇനി അറിയിപ്പുകൾ. പട്ടികജാതി വികസന വകുപ്പിലെ പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപക താൽക്കാലിക നിയമനത്തിന് 56 വയസ്സ് കവിയാത്ത വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന. യോഗ്യതാ രേഖകൾ സഹിതം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര, വാടക്കൽ PO 688-003 ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി 2025 ജനുവരി 7 വൈകിട്ട് 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 7902544637. മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിഗ്രിയും PGDCAയും.
യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുമായി ജനുവരി 6 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. IHRDയുടെ നിയന്ത്രണത്തിലുള്ള കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ 6 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. SC/ST OEC വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡോടുകൂടി സൗജന്യമായി പഠിക്കാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 15 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0476 26 23 597 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.